അല്ലെ ഒന്നാമത്തെ ആദ്യത്തെ ഉദ്ഘാടനത്തിന്റെ കാര്യം പറയുന്നത് എത്രാമത്തെ ഉദ്ഘാടനമാണ് നടത്തിയത്? ആദ്യം മുഖ്യമന്ത്രി പോയി സർവേ ഉദ്ഘാടനം, രണ്ടാമത് നിർമ്മാണ പ്രവർത്തന ഉദ്ഘാടനം, 3 പാറ പൊട്ടിക്കൽ ഉദ്ഘാടനം. ഇനി എന്തൊക്കെയാണ് ഉദ്ഘാടനം നടത്താൻ പോണത്? തെരഞ്ഞെടുപ്പായിട്ട് വ്യാപകമായി പരസ്യം കൊടുത്തുകൊണ്ട് നടത്തുന്ന വെറുതെയുള്ള ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടാണല്ലോ നേരത്തെ. ഇപ്പം എന്തിനാ പാറ പൊട്ടിക്കൽ ഉദ്ഘാടനം ചെയ്യാൻ ഒരു മുഖ്യമന്ത്രി പോണത്? അത് ആ പാറ പൊട്ടിക്കുന്ന തൊഴിലാളികൾ ചെയ്താൽ പോരെ? മുഖ്യമന്ത്രി അല്ലല്ലോ പാറ പൊട്ടിക്കുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടാണ്, കേരളത്തിലൊരു വലിയ തമാശയാണ്, ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ അതിൻ്റെ ഉദ്ഘാടനം നടത്തുക സ്വാഭാവികമാണ്. നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനം അത് ഗവൺമെൻറ്റിന് എല്ലാ അവകാശമുണ്ട്. പക്ഷേ ഇത് ചെയ്തത് പാറ പൊട്ടിക്കൽ ഉദ്ഘാടനം. തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിൻ്റെ തലയാഴ്ച നാണമുണ്ടോ? അല്ല, മുഖ്യമന്ത്രിക്ക് നാണമുണ്ടോ ഈ 3 ഉദ്ഘാടനത്തിന് പോകാൻ വേണ്ടിയിട്ട്? ഇനി രണ്ടാമത്, ഞങ്ങളന്ന് പറഞ്ഞത് അന്ന് എൻവയൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് ഇല്ലാതെ ഈ പരിപാടി നടത്താൻ സമ്മതിക്കില്ലെന്നാണ് പറഞ്ഞത്. അതൊന്നും ചെയ്യാതെയാണ് അന്ന് സർവേ ഉദ്ഘാടനം ചെയ്തത്. ഞാൻ ചോദിക്കട്ടെ, വയനാട് പോലത്തെ ഒരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എൻവയൺമെന്റ് ഇമ്പാക്ട് സ്റ്റഡി നടത്താതെ തുരങ്കം ഉണ്ടാക്കാൻ സമ്മതിക്കാമോ? അതാണ് ഇപ്പോഴും എടുത്ത് എൻ്റെ പ്രസംഗം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ സംസാരിച്ചത് ഞാൻ നിങ്ങളോടാണ് പറഞ്ഞത്, മീഡിയയോട്. അതിലൊരു ഭാഗം മാത്രമാണ് പറയുന്നത്, ആദ്യത്തെ ഭാഗം പറയുന്നില്ല. സർവേ ഉദ്ഘാടനം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലത്തെ ഒരു പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ എൻവയൺമെന്റ് ഇമ്പാക്ട് സ്റ്റഡി വേണം. വയനാട് ഇങ്ങോട്ട് പോകുന്നതാണ്ട, ഒരു കൊല്ലം മുമ്പ് ഇങ്ങോട്ട് പോകുന്നില്ലേ മോളിൽ നിന്ന്? അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വെസ്റ്റേൺ ഗാർഡ്സ് ആണ്. അപ്പോൾ അത് പാരിസ്ഥിതിക പഠനം, ആഘാത പഠനം നടത്താതെ ഈ പണിക്ക് പോരെന്ന് പറഞ്ഞു. എന്നിട്ട് അതിന് വികസന വിരുദ്ധനായിട്ട് ചിത്രീകരിക്കുന്നത് അത് CPM പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ വ്യാപകമാണ്. എന്താണ് അല്ല ഈ ചോദ്യം പറയുക? അല്ലല്ല, അതിപ്പോ ഒരു നിർമ്മാണ ഗവൺമെന്റുകൾ തുടർച്ചയല്ലേ. ഞങ്ങളൊന്നുകൂടി പഠിക്കും, അതുകൊണ്ട് വേറെ വല്ല ദോഷങ്ങളുണ്ടാകുന്ന നോക്കും. അല്ലെങ്കിൽ എല്ലാ ഗവൺമെന്റുകളും തുടർച്ചയല്ലേ. ആ തുടർച്ചയായിട്ട് ഓരോ ഗവൺമെന്റിന്റെയും ഉത്തരവാദിത്വമല്ലേ അത് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത്. അല്ലാതെ ഇപ്പൊ LDF ഗവൺമെന്റ് ഒരു പാലം പണിത് പകുതിയാക്കി വെച്ചു, ഞങ്ങളിനി ബാക്കി LDF തുടങ്ങി വെച്ചാണ് ഞങ്ങൾ ആ പാലം പണി പൂർത്തിയാക്കില്ല എന്ന് പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഗവൺമെന്റ് പറ്റുമോ? ഇപ്പം ഇവർ പ്രഖ്യാപിക്കുന്ന 5 ലക്ഷം വീടുകൾ ലൈഫ് 10 കൊല്ലം കൊണ്ടാണ് പണിതെന്ന് പറയുന്നത്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇപ്പം ഇവർ സമന്വയിപ്പിച്ച ഈ 5 സ്കീമിലും കൂടി 5 കൊല്ലം കൊണ്ട് 4,43,000 വീടാണ് പണിത്. 4,43,000 വീട്. അത് ഇപ്പം ഇവരുടെ ഈ 5 ലക്ഷം 10 കൊല്ലത്തെയാണ്. മറ്റേത് 5 കൊല്ലം കൊണ്ട് 4,43,000 വീട് പണിതപ്പോൾ ഇവർ 10 കൊല്ലം കൊണ്ട് 5 ലക്ഷം വീട് പണിതെന്ന് പറയുന്നത്. ഈ 5 ലക്ഷം വീട്ടിൽ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആരംഭിച്ച വീടുകൾ പൂർത്തിയാക്കിയത് ഉൾപ്പെടെയുണ്ട്. അപ്പോൾ ഞങ്ങൾ 5 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കിയത് ശരിക്കും ഒരു 10 കൊല്ലം എടുത്തു. അതുകൂടി അറിയണമല്ലോ, ജനങ്ങൾ അറിയണമല്ലോ, അതറിയണം. ഇനിയിപ്പോൾ പറയും നാളെ ഞാൻ പറയുന്നത് നുണയാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കും അപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ. ഇത് മന്ത്രിമാർ നിയമസഭയിൽ നൽകിയ മറുപടിയാണ്. ആർക്കെങ്കിലും ഏതെങ്കിലും CPM നേതാക്കന്മാർക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാനത് വായിച്ച് കേൾപ്പിച്ചു തരാം. ഞാൻ അസംബ്ലിയിൽ വായിച്ചാണിത് സംഭവം. അപ്പോൾ നിങ്ങൾ കേട്ടോ, 5 കൊല്ലം കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ പണിതത്രം വീടുകൾ മാത്രമാണ് ഇവർ 10 കൊല്ലം കൊണ്ട് പണിത്.